ഓം ശാന്തി. 21/6/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദേവതയാകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും ബ്രാഹ്മണനാകണം. ബ്രഹ്മമുഖ സന്താനം തന്നെയാണ് സത്യമായ ബ്രാഹ്മണർ. അവർ രാജയോഗത്തിന്റെ പഠിത്തത്തിലൂടെ ദേവത ആകുന്നു. ആർക്കാണ് ദേവതയാകാനുള്ള യോഗ്യതയുള്ളത്? ഒരൊറ്റ കൂട്ടർക്ക് മാത്രമേ ആ യോഗ്യതയുള്ളൂ. അതാണ് ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണർ. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണർ എന്നാൽ പരമപിത പരമാത്മാവ് ഈ സൃഷ്ടിയിലേക്ക് വന്ന് പ്രജാപിത ബ്രഹ്മാവിൻ്റെ വായിലൂടെ ഉച്ചരിക്കുന്ന ജ്ഞാനം ആരാണോ പൂർണ്ണമായും സ്വീകരിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ച് ജീവിക്കുന്നത്, അവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണരെയാണ് സ്വയം പരമപിത പരമാത്മാവ് അച്ഛനായി പരിപാലിക്കുന്നത്, ടീച്ചറായി പഠിപ്പിക്കുന്നത്, സദ്ഗുരുവായി സത്യതയുടെ ദിശയിലേക്ക് കൊണ്ടുപോയി സദ്ഗതിയിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക അർത്ഥം ദേവീ ദേവത ആകുക എന്നാണ്. അതിനാൽ ദേവതയാകുന്നതിന് നാം തീർച്ചയായും ബ്രാഹ്മണനാകണം. ബ്രാഹ്മണൻ എന്നാൽ രാജയോഗത്തിന്റെ പഠിത്തം പഠിക്കുന്നവരാണ്. ചോദ്യം: മറ്റുള്ള എല്ലാ സത്സംഗങ്ങളിൽ നിന്നും നിങ്ങളുടെ ഈ സത്സംഗം ഏത് കാര്യത്തിലാണ് വ്യത്യസ്തമായിട്ടുള്ളത്? ഉത്തരം: മറ്റുള്ള സത്സംഗങ്ങളിൽ ഒരു ലക്ഷ്യവും ഉദ്ദേശ്യവും ഇല്ല. അതിനു മേലെ ധനവും സമ്പത്തുമെല്ലാം ഒന്നുകൂടി നഷ്ടപ്പെട്ട് അലഞ്ഞു തിരികെയാണ് ചെയ്യുന്നത്. ഈ സത്സംഗത്തിൽ നിങ്ങൾ അലഞ്ഞു തിരിയുന്നില്ല. ഇത് സത്സംഗത്തോടൊപ്പം സ്കൂളും ആണ്. സ്കൂളിൽ പഠിക്കേണ്ടതാണ്, അലയേണ്ടതല്ല. പഠിത്തം അർത്ഥം സമ്പാദ്യം. എത്ര നിങ്ങൾ പഠിച്ച് ധാരണ ചെയ്യുന്നുവോ, ചെയ്യിപ്പിക്കുന്നുവോ, അത്രയും സമ്പാദ്യമാണ്. ഈ സത്സംഗത്തിൽ വരിക അർത്ഥം ലാഭമോ ലാഭമാണ്. ഇന്നത്തെ കാലത്ത് ധാരാളം സത്സംഗങ്ങളുണ്ട്. എന്നാൽ ഈ ബ്രഹ്മകുമാരി സത്സംഗം എങ്ങനെയാണ് മറ്റുള്ള സത്സംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? മറ്റുള്ള സത്സംഗങ്ങളിൽ സത്സംഗം കൂടാൻ പോകുന്നു, പ്രവചനം കേൾക്കാൻ പോകുന്നു, എന്നിട്ട് തിരികെ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വിദ്യാലയത്തിൽ നാം വരുന്നത് പഠിക്കുന്നതിനാണ്. പഠിക്കുന്നതിന് നമ്മൾക്കൊരു ലക്ഷ്യവും ഉണ്ട്. ലക്ഷ്മി നാരായണനാകുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് ദിവസവും നാം പഠിക്കാനായി ഇവിടെ വരുന്നു. ഇങ്ങനെ ലക്ഷ്യമുള്ളതുകൊണ്ട് നമ്മളുടെ മനസ്സ് മറ്റുള്ള കാര്യങ്ങളിൽ അലയുന്നില്ല, ധനസമ്പത്ത് നഷ്ടമാകുന്നുമില്ല. ഇത് സത്സംഗമാണെങ്കിലും ഇതിനെ സ്കൂൾ എന്നും പറയാം, വിദ്യാലയമെന്നും പറയാം. സ്കൂളിൽ പഠിക്കുകയാണ് വേണ്ടത്, ബുദ്ധി അലയുകയല്ല. പഠിത്തം എന്നാൽ വരുമാന മാർഗമാണ്. പഠിത്തം എന്നാൽ സമ്പാദ്യമാണ്. എത്ര നാം പഠിച്ച് നമ്മളിൽ ധാരണ ചെയ്യുന്നുവോ, മറ്റുള്ളവരിൽ ധാരണ ചെയ്യിക്കുന്നുവോ, അത്രയും സമ്പാദ്യമാണ്. ഇവിടെ പഠിക്കുക അർത്ഥം നമുക്ക് എന്താണോ ബാബ പറഞ്ഞു തരുന്നത് അതിനെ പൂർണ്ണമായും മനസ്സിലാക്കണം. ഇപ്രകാരം മനസ്സിലാക്കുമ്പോൾ അത് തനിയെ തന്നെ നമ്മളുടെ ജീവിത രീതിയിൽ വരുന്നു, പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നു. ഇത് മറ്റുള്ളവർ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കും അങ്ങനെ ചെയ്യണം എന്ന ആകർഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അനുഭവത്തിൻ്റെ ആധാരത്തിലാണ് സംസാരിക്കുന്നത്. ഈ ജ്ഞാനം ജീവിതത്തിൽ വരുമ്പോൾ അത് ആകർഷണമയമാകുകയും ചെയ്യുന്നു. ഇപ്രകാരം മറ്റുള്ളവർക്കും അത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹം ജനിപ്പിക്കുന്നു. അതിനാൽ
മറ്റുള്ളവരെയും പഠിപ്പിക്കുകയാണ്, ധാരണ ചെയ്യിപ്പിക്കുകയാണ്. ഇതിലെല്ലാം സമ്പാദ്യം അടങ്ങിയിരിക്കുന്നു. പുണ്യത്തിൻ്റെ സമ്പാദ്യം, ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ സമ്പാദ്യം, ഭാഗ്യത്തിൻ്റെ സമ്പാദ്യം. അതിനാൽ ഈ സത്സംഗത്തിൽ വരുന്നതിലൂടെ ലാഭമോ ലാഭമാണ്. ഈ ലാഭം ഒരു ജന്മത്തേക്ക് മാത്രമല്ല, വരാൻ പോകുന്ന അനേകം ജന്മങ്ങളിലേക്കാണ്. അതിനാൽ നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജ്ഞാനം സ്മരിച്ച് സ്വദർശന ചക്രധാരി ആകണം. സ്വദർശന ചക്രം കറക്കി പാപത്തെ മുറിക്കണം. ഡബിൾ അഹിംസകർ ആകണം. 2. തൻ്റെ ബുദ്ധിയെ സ്വച്ഛവും പവിത്രവുമാക്കി രാജയോഗത്തിൻ്റെ പഠിത്തം പഠിക്കണം, ഉയർന്ന പദവി എടുക്കണം. ഹൃദയത്തിൽ സദാ ഈ സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ സത്യനാരായണന്റെ സത്യമായ കഥ കേട്ട് മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നു. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ജ്ഞാനം നന്നായി സ്മരിക്കണമെന്നാൽ ബാബ പറയുന്നു, ആത്മാവാണെന്ന് മനസ്സിലാക്കുമെങ്കിൽ നാം ആത്മാവാണ് എന്നത് മനസ്സിലാക്കുന്നതിനുള്ള പരിശ്രമം നടത്തണം. ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. ഇന്ന് ബാബ പറയുകയാണ്, സ്വദർശന ചക്രധാരി ആകണം. അതായത് മുഴുവൻ കൽപ്പത്തിലെയും നമ്മുടെ യാത്രയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിയത്, നടുക്ക് എന്താണ് സംഭവിച്ചത്, പിന്നെ ഒടുക്കം എന്തായിത്തീർന്നു. ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ സ്വദർശന ചക്രധാരിയാകുന്നു. ഇതിലൂടെ പാപം നശിക്കുന്നു. ഒപ്പം ഡബിൾ അഹിംസകരുമാകും. ഡബിൾ അഹിംസകരെന്നാൽ കാമവികാരത്തെയും ക്രോധത്തെയും ജയിച്ചവർ എന്നാണ്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ രാജയോഗത്തിൻ്റെ പഠിത്തം ഏറ്റവും ഉയർന്ന പഠിത്തമാണ്. ഇതിലൂടെ ഉയർന്ന പദവിയെടുക്കാനുള്ളതാണ്. അതിനാൽ ഈ പഠിത്തം പഠിക്കുന്നതിന് ബുദ്ധിയെ സ്വച്ഛവും പവിത്രവുമാക്കണം. സദാ ഈ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ യഥാർത്ഥത്തിലുള്ള സത്യനാരായണന്റെ കഥ കേൾക്കുകയാണ്. സത്യനാരായണനായ ആത്മാവിൻ്റെ യാത്ര എങ്ങനെയിരുന്നു, അത് കേൾക്കുമ്പോഴാണ് നമ്മുടെയും യാത്ര അതുപോലെ ആയിരുന്നു. കാരണം നമ്മളും സത്യനാരായണന്റെ കൂട്ടത്തിലുള്ളവരായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്നും ദേവത ആകുന്നത്. വരദാനം: മനസ്സിനെയും ബുദ്ധിയെയും ഓർഡർ അനുസരിച്ച് വിധിപൂർവം കാര്യത്തിൽ ഉപയോഗിക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. നിരന്തര യോഗി, അതായത് സ്വരാജ്യ അധികാരി ആകുന്നതിനുള്ള വിശേഷ മാർഗം മനസ്സും ബുദ്ധിയുമാണ്. മന്ത്രം തന്നെ മന്മനാഭവ എന്നതാണ്. യോഗത്തെ ബുദ്ധിയോഗമെന്നും പറയുന്നു. അപ്പോൾ ഈ വിശേഷ ആധാരസ്തംഭം തൻ്റെ അധികാരത്തിലാകണം. അതായത് ഓർഡർ അനുസരിച്ച് വിധിപൂർവം കാര്യം ചെയ്യണം. ഏത് സങ്കല്പം എടുക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സങ്കല്പം എടുക്കാൻ സാധിക്കണം. എവിടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ ഉപയോഗിക്കാൻ സാധിക്കണം. ബുദ്ധി തൻ്റെ രാജാവിനെ അലയിക്കരുത്. വിധിപൂർവം കാര്യം ചെയ്യണം. അപ്പോഴാണ് നിരന്തര യോഗി എന്ന് പറയുന്നത്. നിരന്തര യോഗി അല്ലെങ്കിൽ സ്വരാജ്യ അധികാരി എന്നാൽ മനസ്സും ബുദ്ധിയും ഓർഡർ അനുസരിച്ചായിരിക്കണം. മനസ്സ് എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ചിന്തിക്കണം. ബുദ്ധി ഏത് കാര്യത്തിൽ പ്രയോഗിക്കണമെന്ന് വിചാരിക്കുന്നുവോ അതിൽ തന്നെ പ്രയോഗിക്കാൻ സാധിക്കണം. മന്ത്രം തന്നെ മന്മനാഭവ എന്നും യോഗം ബുദ്ധിയോഗമെന്നും പറയുന്നു. മനസ്സും ബുദ്ധിയും ആത്മാരാജാവിനെ അലയിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. അത് വിധിപൂർവം കാര്യത്തിൽ ഉപയോഗിക്കാനുള്ള സാധനമായിരിക്കണം. ഇങ്ങനെയുള്ളപ്പോഴാണ്
നിരന്തര യോഗി എന്ന് പറയുന്നത്. സ്ലോഗൻ: മാസ്റ്റർ വിശ്വ ശിക്ഷകരാകണം, സമയത്തെ ശിക്ഷകനാക്കരുത്. ബാബ പറഞ്ഞിട്ടുണ്ട്, സമയം നമ്മുടെ രചനയാണ്. നമ്മൾ ഈ രചനയ്ക്കനുസരിച്ച് നടക്കുന്നവരല്ല. നമ്മൾ മാസ്റ്റർ ഭഗവാനാണ്, മാസ്റ്റർ വിശ്വ ശിക്ഷകനാണ്. അപ്പോൾ സമയത്തെ ശിക്ഷകനാക്കരുത്. നമ്മളുടെ ശിക്ഷകൻ സ്വയം ഭഗവാനാണ്. ഓം ശാന്തി.